ചോദ്യം വായിക്കുക. p+2, 4p-6, 3p-2 എന്നിവ ഒരു സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ പദങ്ങളായാൽ p എത്ര? ഇവിടെ നമ്മൾ മുൻപ് പഠിച്ച ഒരു ചെറിയ ഇക്വേഷനാണ് പറയേണ്ടത്. എങ്ങനെയാണ്? ഇപ്പം എയും ബിയും സിയും ഇവ ഒരു സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ 3 പദങ്ങളായാൽ എങ്ങനെ നമ്മൾ പഠിച്ച ഇക്വേഷൻ 2b എന്ന് പറയുന്നത് a+cക്ക് തുല്യമായിരിക്കും. എന്ന് വെച്ചാൽ ആ തന്നിരിക്കുന്ന 3 പദത്തിൽ ആദ്യത്തെ പദവും അവസാനത്തെ പദവും കൂടെ കൂട്ടുന്നത് രണ്ടാമത്തെ പദത്തിൻ്റെ 2 ടൈംസിന് ഈക്വലായിരിക്കും. അപ്പം നമ്മുടെ ചോദ്യം നോക്കിയേ, p+2 എന്നാണ് ആദ്യം തന്നിരിക്കുന്നത്. പിന്നെ 4p-6 എന്നാണ് അടുത്ത് തന്നിരിക്കുന്നത്. പിന്നെ 3p-2 എന്നാണ് അടുത്ത് തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ആളെ നമുക്ക് എ എന്ന് പറയാം, രണ്ടാമത്തെ ആൾ ബി എന്ന് പറയാം, മൂന്നാമത്തെ ആൾ സി എന്ന് പറയാം. ഇനി എന്താണ് നമ്മുടെ ഇക്വേഷൻ? 2 ടൈംസ് ഓഫ് ബി എന്ന് വെച്ചാൽ 2 ഇൻറ്റു ബി എന്നുള്ളത് ആരാണ്? 4p-6 ആണ്. ഇസിക്കൽ എ പ്ലസ് എന്നുള്ള ആരൊക്കെയാണ്? p+2 ആണ് എ എന്ന് പറയുമ്പോൾ, സി എന്ന് പറയുമ്പോൾ 3p-2 ആണ്. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം. ഇവിടെ നമുക്ക് 2 ഇൻറ്റു 4p 8p എന്ന് വരും. 2 ഇൻറ്റു -6 -12 എന്ന് വരും. ഈക്വൽ ഇവിടെ ഒരു പി ഉണ്ട്, പിന്നെ ഒരു 3p ഉണ്ട്, കൂട്ടുമ്പോൾ 4p ആയി. ഇവിടെയുള്ള +2 -2 വ്യത്യസ്ത ചിഹ്നങ്ങളാണ്. കൂട്ടുമ്പോൾ വലുതിന് ചെറുത് കുറച്ച്, വലുതിൻ്റെ ചിഹ്നം 2 -2 0 ആയിപ്പോൾ. അങ്ങനെ വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇയാളെ വെട്ടിക്കളഞ്ഞ +2 -2 ആയതുകൊണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? p കണ്ടുപിടിക്കാൻ ഇവിടെ 8p ഉണ്ട്, അയാളെ ഞാനിവിടെ നിർത്തി. ഈ 4p + 4p ആണ്, ഇങ്ങോട്ട് വരുമ്പോൾ എത്രയായി? -4p ആയി. ഇനി ഈക്വലിന് അപ്പുറത്തൊന്നുമില്ല. അപ്പോൾ ഈ -12 ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു, അത് എത്രയായി? 12 ആയി. p എല്ലാം ഒരു സ്ഥലത്ത് കൊണ്ടുവന്നു, സംഖ്യയെല്ലാം ഒരു സ്ഥലത്ത് കൊണ്ടുവന്നു. 8pയിൽ നിന്ന് 4p പോയ എത്ര? 4p ആണ്. അപ്പോൾ 4p ആണ് 12. p എത്രയായിരിക്കും? 12. ഈ 4 ഇവിടെ ഇൻറ്റു ചെയ്തിരിക്കുന്നു, അങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡ് ചെയ്യണം. 12/4 3 എന്നാണ് ആൻസർ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ.